എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരം ചാനലിൻ്റെ പ്രേക്ഷകരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞാനിന്ന് തൃക്കേട്ട നക്ഷത്രത്തെപ്പറ്റി, കാരണം തൃക്കേട്ട നക്ഷത്രമാണ്, തൃക്കേട്ട, തിരുവോണം, ഈ നക്ഷത്രങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ളതായിട്ട് നമുക്കറിയാം. ഈ തൃക്കേട്ട നക്ഷത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു മനസ്സ് മുഴുവൻ കോട്ട കെട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാലത്തെപ്പറ്റി കോട്ട കെട്ടിക്കൊണ്ട് അതിനെപ്പറ്റി മാത്രം എന്താ പറയുന്ന ഒരു കണക്ക് കൂട്ടലോടുകൂടി ജീവിക്കുന്ന നക്ഷത്രമാണ്. ഇതിൻ്റെ ദേവതയെന്ന് പറയുന്നത് ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ സ്വഭാവം അത് കാണിക്കും. എവിടെയും സ്വയം ഒരു നന്നായിരിക്കണം, ഞാനായിരിക്കണം അതിൻ്റെ രാജാവ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും. അതായത് വളരെ മര്യാദയുണ്ടായിരിക്കും. അതേ സമയത്ത് തന്നെ അവർക്ക് മറ്റുള്ളവരിൽ മേലെ ഒരു അധികാരം സ്ഥാപിക്കണം, അവരെല്ലാവരോടും നമുക്ക് നന്നായിരിക്കണം എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു ജാതകക്കാരാണ് തൃക്കേട്ടക്കാർ. അതേപോലെ തന്നെ തൃക്കേട്ട എന്ന് പറയുന്നത് വൃശ്ചിക രാശിയിലാണുള്ളത്. നമുക്കെല്ലാം അറിയാം, വൃശ്ചിക രാശി എന്ന് പറയുന്നത് ഒരു കിണറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാതാള കിണറാണ്. നമ്മൾ തോണ്ട പിന്നെ വീണ്ടും കിട്ടുന്ന, അതായത് വീണ്ടും പല കാര്യങ്ങളും വരുന്ന ഒരു കിണറാണ് വൃശ്ചിക രാശി. പുരുഷൻ്റെ 8ാമത്തെ രാശിയാണ് വൃശ്ചികം. പലതരത്തിലുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് കേട്ടക്കാരെ മനസ്സിലാക്കാനേ പറ്റില്ല. അവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടത്തിയിരിക്കും. അത് നടത്തുന്നവരെ അവരടങ്ങില്ല. അങ്ങനെയൊന്നും തീരുമാനിക്കില്ല. തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തുന്നതുവരെ അവർ ഉറങ്ങില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് കേട്ടക്കാരുടെ ഒരു സ്വഭാവം. ഇതുകൊണ്ട് തന്നെ പലയിടത്തും അവർ പോയി ബുദ്ധിമുട്ടിലേക്ക് അനുഭവിക്കും. പല എന്താ പറയുക, അവർക്ക് യോജിക്കാത്ത പല കൂട്ടുകാരെയും അവർ നേടും. നയവഞ്ചകരായിട്ടുള്ള കൂട്ടുകാരെന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊതുവെ നല്ലത് പറഞ്ഞ് കൊടുക്കുന്നവരെ പെട്ടെന്ന് വിശ്വസിക്കത്തില്ല. ഇത് നല്ലതാണ് അവർ പറയുന്നത്, അയ്യോ അതനുസരിച്ച് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കത്തില്ല. നയവഞ്ചകരായി അവരെ കുറച്ച് ഇവരാണ് നല്ലത്, നയവഞ്ചകമായിട്ട് ഇവരോടൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാരെ വിശ്വസിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ പോയി പെടും. ഇതെല്ലാം ചന്ദ്രനാണ് കാണിക്കുന്നത്. കാരണം ചന്ദ്രൻ നമ്മുടെ രാശിയുടെ വൃശ്ചിക രാശിയിൽ വന്നിട്ട് ബലഹീനനാണ്. അപ്പം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? മനസ്സാണ്. അപ്പോൾ മനസ്സ് എന്തായിരിക്കും? വളരെ വീക്കായിരിക്കും. എപ്പോഴും എന്തിനെ പറ്റിയെങ്കിലും ഇങ്ങനെ അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു മായാ ഉലകത്തിലായിരിക്കും. കാരണം എന്താ അറിയാവോ? രാഹുവും കേതുവും വൃശ്ചിക രാശിയിൽ ഉച്ചത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് ആ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ വൃശ്ചിക രാശിയെ, അല്ലെങ്കിൽ കേട്ട ഉൾപ്പെടുന്ന വൃശ്ചിക രാശിയെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ കേട്ടയ്ക്ക്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേട്ടയെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്താം? പ്രത്യേകിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. കേട്ട 4ാമത്തെ പാദത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ ആ കേട്ട 4ാം പാദത്തിൽ ലഗ്നമായിട്ടുള്ളവരോ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവർക്കുള്ള ജീവിതം വളരെ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയുള്ള പർട്ടിക്കുലറായിട്ട് കേട്ട 4ാം പാദം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ, ഞാൻ ഈ രഹസ്യം നിങ്ങളോട് പറയുകയാണ്. ഇതെൻ്റെ കസ്റ്റമേഴ്സിനോട് മാത്രം, എൻ്റെ ക്ലയൻസിന് മാത്രം കൊടുക്കുന്ന ഒരു രഹസ്യമാണ്. എന്നാൽ എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിത് നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ കാഞ്ചീപുരം വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് പോവുക. അവിടെ പോയിട്ട് ഇലിപ്പ എണ്ണ എന്ന് പറയുന്നൊരു എണ്ണയുണ്ടാവും. ആ എണ്ണ വാങ്ങി ചുവന്ന തിരിയിട്ട് 19 ദീപം കൊളുത്തണം. എന്നിട്ട് ആ ഭഗവാനെ 19 പ്രാവശ്യം ചുറ്റണം. എന്നിട്ട് അന്നദാനം കൊടുക്കുക.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന്, ആ ഒരു വലിയൊരു ഇഷ്യൂ ആണത്, അതിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരാൻ പറ്റും. നിങ്ങൾക്ക് പലതരത്തിൽ അവിടെ പോയി പ്രാർത്ഥിച്ച ശേഷം വെളിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങൾക്ക് പല പല നല്ല സൊല്യൂഷൻസും കിട്ടും. ഇത് കേട്ട 4-ാം പാദത്തിൽ ഗ്രഹങ്ങൾ ഇരുന്നാലോ കേട്ട 4-ാം പാദത്തിൽ ലഗ്നമായിട്ടിരിക്കുന്നവരുടെ കാര്യവുമാണ് ഞാൻ പ്രത്യേകിച്ച് പറയാറുന്നത്. സുഹൃത്തുക്കളെ, കേട്ട നക്ഷത്രത്തിൻ്റെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇരിക്കുന്നത് വൃശ്ചിക രാശിയിലാണ്. വൃശ്ചിക രാശിയുടെ അധിപൻ ആരാണ്? ചൊവ്വയാണ്. അപ്പം അവിടെ ചന്ദ്രനും ചൊവ്വയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ വരികയാണ്. ഇവിടെയാണ് പലരും ബുദ്ധിമുട്ടിലേക്ക് വരുന്നത്. പലതരത്തിൽ അവർ പോലും അറിയാതെ തന്നെ പല പ്രശ്നങ്ങളിലേക്കും പോയി വീഴും. കാരണം ചൊവ്വയുടെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ, അത് ചന്ദ്രൻ ബലഹീനനും കൂടെ ആയതുകൊണ്ട് നമ്മളെ, അതായത് ആ തൃക്കേട്ടക്കാരെ വളരെ ബാധിക്കും അത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനെന്താ പരിഹാരം? അതിനും ഞാൻ പരിഹാരം പറയാം. എൻ്റെ ക്ലയൻസിന് കൊടുക്കുന്ന അതേ പരിഹാരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ താണ്ടിക്കുഴി മുരുകൻ്റെ അമ്പലത്തിൽ പോവുക. ഞാൻ പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ തമിഴ്നാട്ടിലുള്ളതാണ്. വളരെ പഴയ പുരാതന ക്ഷേത്രമാണത്. അവിടെ പോയിട്ട് അവിടെ ഒരു നീര്, അതായത് ഒരു തീർത്ഥം കിട്ടും. തീർത്ഥം എന്ന് പറയുന്ന ഒരു അരുവിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതിപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അത് കളക്ട് ചെയ്ത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പണ്ട് കാലത്ത് നമ്മളൊക്കെ നേരിട്ട് പോയി എടുക്കുകയായിരുന്നു. ആ തീർത്ഥം ഇപ്പോൾ വന്നിട്ട് വിദേശത്തേക്ക് പോകുന്നുണ്ട്. സിംഗപ്പൂരിലേക്കും മലേഷ്യയ്ക്കും ഒക്കെ അയക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര പ്രയോജനമാണ്. ഇതെന്താ ഈ തീർത്ഥത്തിൻ്റെ ഒരു ഗുണമെന്നറിയാമോ? ഇത് വൃശ്ചിക രാശിയിലുള്ള സ്ത്രീകൾക്ക്, മിക്കവാറും ഒരു 60 മുതൽ 70% സ്ത്രീകൾക്കും ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുണ്ടാകും. പലതരത്തിലുള്ള ഗർഭാശയ രോഗങ്ങൾ, PCOD ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട്. അതിന് ഒരു എന്താ പറയുന്നത്, ബെസ്റ്റ് മെഡിസിനാണ് ഈ തീർത്ഥം. ഇത് ദിവസവും ഒരു 50 ml വെറും വയറ്റിൽ അവർ കഴിച്ചു കഴിഞ്ഞാൽ PCOD ആയാലും ശരി, ഗർഭാശയ രോഗങ്ങളായാലും ശരി, അതെല്ലാം കുറഞ്ഞ് നല്ല അത് ഗർഭപാത്രം നല്ല ബലമായിട്ട് കിട്ടും. ഇത് കേട്ടയ്ക്ക് മാത്രമല്ല, പൊതുവേ എല്ലാ ഈ രോഗമുള്ളവർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾ അവിടെ പോയി മൃഗക്ഷേത്രത്തിൽ പോയി തീർത്ഥം വാങ്ങിക്കുക. ഈ തീർത്ഥം മുരുകൻ്റെ തീർത്ഥമാണ്. അത് ഒരു വർഷം വരയ്ക്കൊക്കെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. ദിവസം ഉപയോഗിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഭാഗ്യം, നിങ്ങൾക്കതുകൊണ്ട് കിട്ടിയെന്ന ആ ഒരു ഗുണം തീർച്ചയായും എനിക്കും അത് വളരെ മാനസികമായി സന്തോഷമുണ്ടാക്കും. ഭഗവാൻ എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ഗുരുവിൻ്റെ ആശീർവാദമാണിത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, 100% ഫലമുള്ളതാണ്. ഞാൻ പറയുന്നില്ല 48 ദിവസം കൊണ്ട് അസുഖം മാറുമെന്നൊന്നും പറയുന്നില്ല. അത് ഭഗവാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് നന്നാകും. കാരണം മുരുകൻ അങ്ങനെ ആൾ നമ്മളെ നോക്കി പരീക്ഷണങ്ങളൊക്കെ ചെയ്യും. പരീക്ഷിച്ച് ശരിക്കും നമ്മളെ ലാസ്റ്റിൽ നമ്മളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരും. കേട്ട നക്ഷത്രക്കാരെ ആയ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മനസ്സ്, അതായത് കേട്ട നക്ഷത്രക്കാരുടെ മനസ്സ് പൊതുവേ വന്നിട്ട് എപ്പോഴും വന്നിട്ട് എന്താ പറയുന്നത്, ഇങ്ങനെ കൺഫ്യൂഷനിലേ ഇരിക്കും. ചന്ദ്രനോട് ബലഹീനനായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും അത് നമുക്ക് വളരെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ തീരുമാനമെടുക്കും, പക്ഷേ സമയമാകുമ്പം നമ്മളത് കൈവിടും. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ക്ലയൻറ്റ് നല്ല 3 ഇൻ്റർവ്യൂ അവർക്ക് വന്നു. 3 കമ്പനി, നല്ല കമ്പനികൾ. എന്തായി, ഇതിൽ ഏത് വേണമെന്ന് വെച്ച് പറഞ്ഞ് ലാസ്റ്റിൽ ആ 3 ഇൻ്റർവ്യൂസും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. 3 നഷ്ടപ്പെട്ടു. ഇത് സ്വാഭാവികമാണ്. കാരണം അവരുടെ മനസ്സ് വന്നിട്ട് ഒന്നിൽ നിൽക്കില്ല, ഒന്നിനെ വിശ്വസിക്കില്ല. ഒരു കാര്യത്തിൽ മുന്നോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ അവരെ സമ്മതിക്കില്ല. പക്ഷേ അതിനെ താണ്ടി പോകണം. നമ്മളത് ചെയ്യണം. നമ്മളത് മനോബലത്തോടു കൂടി ചെയ്യണം. ഇതിന് ഭദ്രകാളി അമ്മ വന്നിട്ട് വളരെ ഉപകാരമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ഭദ്രകാളി അമ്മയെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച്
പ്രത്യേകിച്ച് കർത്തവാവ് ദിവസങ്ങളിലും മറ്റും ഭദ്രകാളിയമ്മയെ പോയി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും കടുംപായസം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, കടുംപായസം കൊടുക്കുക, കടുംപായസം നേദിക്കുക. ഇത് വന്നിട്ട് നല്ലൊരു വഴിപാടാണ്. തീർച്ചയായിട്ടും നമുക്ക് മനോബലം വരും. ഈ മനോബലം വന്നാലേ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഈ കേട്ടയ്ക്ക് മനോബലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ആർക്കും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്കെല്ലാം നേടാൻ പറ്റും. അവർക്കില്ലാത്തത് അത് മാത്രമാണ്. എല്ലാം കൊടുത്തിട്ട് ഭഗവാൻ ഇല്ലാതെ എടുത്ത് വെച്ചിരിക്കുന്ന മനസ്സിൻ്റെ ബലം മാത്രമാണ്. അതിനെ നിങ്ങൾ ബലപ്പെടുത്താൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഭദ്രകാളിയമ്മയെ പൂജിക്കൂ. ഭദ്രകാളിയമ്മയെ അല്ലെങ്കിൽ ഭൈരവരെ പൂജിക്കൂ. ഭൈരവരെ പൂജിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് നമുക്ക് എല്ലായിടത്തും ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല വ്യത്യാസം ഉണ്ടാകും. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, ഒരു ഗ്രന്ഥത്തിലും കാണുന്നതല്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം. നമ്മുടെ ഈ കേട്ടയുടെ വൈനാശിക നക്ഷത്രം എന്ന് പറയും. വൈനാശികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് വൈനാശിക നക്ഷത്രം. കേട്ട നക്ഷത്രത്തിൻ്റെ വൈനാശിക നക്ഷത്രം ഉത്തരമാണ്. ഉത്തരത്തിൻ്റെ ദേവനായ സൂര്യനാണ്. സൂര്യൻ എന്ന് പറയുന്നത് ചിങ്ങരാശി അല്ലേ, ചിങ്ങരാശിയുടെ അധിപനാണ് സൂര്യൻ. അപ്പോൾ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10ാം ഭാവം, നമ്മുടെ ആ ചിങ്ങരാശി വന്നിട്ട് എപ്പോഴും വന്നിട്ട് ചിങ്ങരാശി, അതായത് സൂര്യൻ എന്ത് ചെയ്യുന്നറിയോ, സൂര്യൻ്റെ ആ ഒരു എനർജി നമ്മളെ വന്നിട്ട് കൊടുക്കും. അതായത് നമുക്ക് ജോലി ചെയ്യാതിരിക്കാനും പറ്റില്ല, അതിൽ നിന്ന് വിട്ടിട്ട് വരാനും പറ്റില്ല, എന്നാൽ വിടാതിരിക്കാനും പറ്റില്ല. അങ്ങനെ നിർത്തി നമ്മളെ ഇട്ട് ഒരു വഴിയാക്കും. ഇതാണ് ആ വൈനാശിക നക്ഷത്രത്തിൻ്റെ ഒരു ദോഷം. അപ്പോൾ ആ വൈനാശിക നക്ഷത്രത്തിന് താണ്ടിക്കുടി മുരുകനെ പ്രാർത്ഥിക്കുക. അവിടെ അമ്പലത്തിൽ പറ്റുമെങ്കിൽ പോവുക, പോയിട്ട് ഈ പറയുന്ന അരുവിയിലെ തീർത്ഥം സേവിക്കുക. ഇത് തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു മനോബലം തരും. അതുപോലെ ദിവസവും ആദിത്യ ഹൃദയം ജപിക്കാൻ പറ്റുകയാണ് ദ ബെസ്റ്റ്. ദിവസവും രാവിലെ ഭഗവാൻ ആദിത്യൻ വരുന്ന സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ എക്സ്പോഷർ, ആ സൂര്യൻ്റെ ആ എനർജി വാങ്ങിക്കുക. ഇതൊക്കെ വന്നിട്ട് നമ്മളെ തീർച്ചയായിട്ടും നല്ലൊരു ആ ഒരു ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കുന്നുണ്ട്. കാരണം കേട്ടയ്ക്ക് വന്നിട്ട് കേട്ട നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലങ്ങളിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ മേലധികാരികളും പ്രശ്നമുണ്ടാക്കും. ഈവൻ താഴെ ഉള്ള മെമ്പേഴ്സ്, താഴെയുള്ള ജോലിക്കാർ വരയ്ക്കും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അവരെ ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് കൺഫ്യൂസ് ആകും, ചില സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ചില കേട്ടക്കാർക്ക് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. കാരണം അവരെ അങ്ങനെയാണ്. അവരുടെ ആ വൈനാശിക നക്ഷത്രം, അതായത് അതിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ അതിനെ അനുവദിക്കില്ല, എവിടെയെങ്കിലും കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് വിടും. സോ ഇതിനൊക്കെ ഇതൊരു വലിയ നിവാരണമാണ്. ആദിത്യ ഹൃദയം ജപിക്കുക, ഭഗവാനെ ദിവസവും ഉദിക്കുന്ന സമയത്ത് ആ എക്സ്പോഷർ കെടുക്കുക, ഇതൊക്കെ ചെയ്യുക. കേട്ടയ്ക്ക് കഴിഞ്ഞ കാല ദോഷങ്ങൾ, അതായത് നമ്മുടെ മുജ്ജന്മ ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മുജ്ജന്മ ദോഷങ്ങളെ തീർക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരായി മരം. നമുക്ക് അതിനുള്ള വൃക്ഷമാണ് പരായി മരം എന്ന് കേട്ടുണ്ടോ? ഈ പരായി മരം കണ്ടിട്ടില്ലെങ്കിൽ തിരുവരായിത്തുറയിലെ പരായീശ്വരർ എന്ന് പറഞ്ഞൊരു ശിവൻ്റെ അമ്പലമുണ്ട്. അവിടെ പോയിട്ട് അവിടെ പോയി നമ്മളെ ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ എത്ര വയസ്സുണ്ടോ അതിനനുസരിച്ചുള്ള നെയ്ദീപം കൊളുത്തി ആ ഭഗവാനെ ചുറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ കർമ്മദോഷങ്ങൾ, ഒത്തിരി കർമ്മദോഷങ്ങൾ കേട്ടേ ബാധിച്ചിട്ടുണ്ടാവും. ആ കഴിഞ്ഞ കാലത്തെ ജന്മദോഷങ്ങളെല്ലാം കുറയാനൊരു കാരണമുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ആൺമാനിൻ്റെ ഫോട്ടോ വീട്ടിൽ നമ്മൾ വാൾപേപ്പറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആൺമാനിൻ്റെ ഫോട്ടോ ദിവസവും കാണുന്ന മാതിരി വയ്ക്കുക. ഇത് തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രത്യേക എനർജി കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ, നാളത്തെ കാര്യം നന്നാകാനായിട്ട് ചക്രവാക പക്ഷിയുടെ ഒരു ഫോട്ടോ വയ്ക്കുക. ചക്രവാക പക്ഷിയുടെ ഫോട്ടോ നമ്മുടെ മൊബൈൽ വാൾപേപ്പറിൽ വേണമെങ്കിൽ വയ്ക്കുക. അല്ല നമുക്ക് വീട്ടിൽ നമുക്ക് പോസ്റ്ററായിട്ട് വയ്ക്കുക, എങ്ങനെയായാലും ശരി, അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് വയ്ക്കുക. അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതൊക്കെ തന്ത്രവിധികളിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ
ഈ ആനയില്ലേ, ആനയുടെ പ്രതിമ വീട്ടിൽ വയ്ക്കുക. ഇത് വളരെ ഭാഗ്യം ചെയ്യും. കേട്ട നക്ഷത്രത്തിൻ്റെ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ആനയാണ്. ഇന്ദ്രൻ്റെ ഐരാവതം പോലെ കേട്ട നക്ഷത്രക്കാരന് ആനയാണ് ഭാഗ്യമായിട്ടുള്ളത്. ആനയുടെ പോസ്റ്റ് വയ്ക്കാം, ആനയ്ക്ക് നല്ല ആഹാരം വാങ്ങിച്ചു കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആനയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ ആന നമ്മളെ തന്നെ നോക്കിയാണ്, ആ കൊടുക്കുന്ന ആളിനെ നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഏത് തരത്തിലുള്ള മനസ്സോടാണ് അതിന് കൊടുക്കുന്നത്, നല്ല സ്നേഹത്തോടെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആന അത് വാങ്ങിച്ച് കഴിക്കും. അതാണ് ചിലപ്പോൾ മിക്കവാറും. അതുപോലെ തന്നെ ആന വിശ്വസിക്കുന്നത് ആനക്കാരനെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. പക്ഷെ ആന കഴിക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു ഇത് കട്ടു. ഇതെന്താ പ്രതിദാനം ചെയ്യുന്നത് വെച്ചാൽ ആ ആനയുടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതായത് ഇന്ദ്രൻ്റെ വാഹനമായ ആനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് വളരെ 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 ഒരു ആത്മീയ എനർജി നമുക്ക് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് കേട്ട നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കേട്ട നക്ഷത്രക്കാർക്ക് അത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആനയുടെ ഫോട്ടോയോ ആനയുടെ പ്രതിമയോ വീട്ടിൽ വയ്ക്കുക. സുഹൃത്തുക്കളെ, വീഡിയോയുടെ ദൈർഘ്യം കാരണം ഞാനിവിടെ ചുരുക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് താണ്ടിക്കുടി മുരുകന്, അതുപോലെ തന്നെ കാഞ്ചീപുരം വരദരാജ പെരുമാൾ, അതുപോലെ തന്നെ തിരുവരായിത്തുറയിലുള്ള പരായിനാഥൻ, അദ്ദേഹം, ഈ 3 പേരെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ഈ 3 ക്ഷേത്രങ്ങൾ മെയിനായിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. മനസ്സിലായില്ലേ? അതൊന്ന് ശ്രദ്ധിച്ചോളുക. അതുപോലെ മുരുകനെ പ്രാർത്ഥിക്കുക. മുരുകനാണ് നമ്മുടെ രാശി ദൈവം. കേട്ടയുടെ അധിപൻ ബുധനാണെങ്കിലും രാശിയുടെ അധിപൻ മുരുകനാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ആ ഡിസ്ക്രിപ്ഷനിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് വിളിച്ചാൽ ഒരുപക്ഷെ എനിക്ക് എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കാം. എന്നാലും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഞാൻ തിരിച്ച് നിങ്ങൾക്ക് അതിന് മറുപടി പറയുന്നതാണ്. ഈ വീഡിയോയിൽ കണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ പലതരത്തിലുള്ള നെഗറ്റീവ് കമൻസും ഞാൻ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് പറ്റുന്ന തരത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാം അറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് വിശദമാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം അത്ര വലുതാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കോമ്പിനേഷൻസ് നോക്കി വേണം ഒരാളുടെ യഥാർത്ഥ പിക്ചർ എടുക്കാൻ. ഞാൻ ഈ പൊതുവേ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അത് വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട്. നമസ്കാരം.